നമ്മൾ വന്നത് നന്നായി. സംഗതി അല്പം സീരിയസാ. ദേഹം മുഴുവൻ പൊങ്ങിയിട്ടുണ്ടോ? മുഖത്തും കയ്യിലൊക്കെ പാടുകളുണ്ട്. വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അല്ല, മോളെവിടെ? ജിപ്പിയിലൂടെ അവിടെ നിൽപ്പുണ്ട്. എടോ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ആംബുലൻസ് വിളിക്കാം. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. ഇങ്ങനൊരു അവസരത്തിൽ ഒരു ജോലിക്കാരിയെ പോലും വിളിച്ചാൽ കിട്ടില്ല. ഹോസ്പിറ്റൽ തന്നെ നല്ലത്. ഗൂഗിൾ നിക്ക, ആംബുലൻസ് വിളിക്കാൻ വരട്ടെ? പിന്നെ തന്നെ പറയുന്നു. ആംബുലൻസ് വിളിക്കാതെ പിന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മോഡേൺ മെഡിസിനില് ഇതിന് മരുന്നൊന്നും ഇല്ലല്ലോ. ക്ഷീണം മാറാൻ വല്ല ട്രിപ്പും കൊടുക്കും, അതല്ലേ പറ്റൂ. അല്ല, താനീ പറഞ്ഞു വരുന്നത്? ചിക്കൻ പോക്സ് വന്ന പേഷ്യന്റിന് സ്നേഹപൂർവ്വമുള്ള പരിചരണമാണ് വേണ്ടത്. അതിന് ഹോസ്പിറ്റലിനേക്കാളും നല്ലത് വീട് തന്നെയാണ്. എടോ, ഇവിടെ നിന്ന് ജോലിക്കാർ പോലെ സ്ഥലം വിട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന പിന്നെ ഇവരെ ആര് നോക്കും? ചിപ്പിമോളുടെ അമ്മയല്ലേ, നമുക്ക് അവരെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? ഞാൻ നോക്കിക്കോളാം. എടോ, ഈ അസുഖം മാറി കുളിച്ചെഴുന്നേക്കാൻ 6-7 ദിവസം എടുക്കും. അതുവരെ താൻ ഇവിടെ നിൽക്കാനോ? നമുക്ക് പോയി വരാലോ. മാത്രല്ല, എനിക്ക് ഇതിന്റെ ചികിത്സയ്ക്കുള്ള ചില പൊടിക്കൈകളൊക്കെ അറിയുകയും ചെയ്യാം. അതെങ്ങനെ? എങ്ങനെയാണെന്ന് ചോദിച്ചാ എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ പണ്ട് ഓർഫനേജിൽ നിന്ന് സിസ്റ്റർമാരൊക്കെ പറഞ്ഞു തന്നതായിരിക്കും. ഗൂഗിൾ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നാ മതി. ആശുപത്രിയിലൊന്നും പോണ്ട, ഞാൻ നോക്കിക്കോളാം. അത് വേണോ? വേണം ഗൂഗിൾ. ചിപ്പിമോളുടെ വിഷമം കണ്ടില്ലേ? ആ കരച്ചിൽ കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ല. തന്റെ ഇഷ്ടം. ഞാൻ കിച്ചണിലേക്കൊന്ന് ചെല്ലട്ടെ.